അപ്പൊ തുടങ്ങാല്ലേ? കോർപ്പറേഷൻ ഇലക്ഷന് നിൽക്കാൻ വിസമ്മതിച്ചപ്പോൾ ായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് മേയറാക്കാം എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ വെറും കൗൺസിലറായിട്ടല്ല നിർത്തുന്നത്, മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് നിർത്തുന്നത് എന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ നിൽക്കാൻ തന്നെ തയ്യാറായത്. മേയർ സ്ഥാനാർത്ഥിയായി നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറിയും മുൻ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ VV രാജേഷ് ആയിരിക്കും. പറ്റിക്കാൻ വേണ്ടി പറയണതാണ് സാറേ, പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം സാർ. എന്നെ ഈ ഇലക്ഷന് നിർത്തിയത് തന്നെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, മേയർ ആകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ്. ഞാൻ വിസമ്മതിച്ചതാണ് ഇലക്ഷന് നിൽക്കാൻ. പക്ഷെ അത് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് VV രാജേഷ് എന്ന ഞാൻ സത്യപ്രതിജ്ഞ ഒരു വശത്ത് തുടങ്ങി കഴിയുന്നതിന് മുമ്പ് തന്നെ കൗൺസിൽ ഹാളിൽ നിന്നും ആർഷിയിലേക്ക് പുറത്തേക്ക് പോവുകയായിരുന്നു. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. 3 പ്രാവശ്യം വിസമ്മതിച്ചിട്ടും അവർ പറഞ്ഞത് വെറും കൗൺസിലറായിട്ടല്ല മത്സരിപ്പിക്കുന്നത്, ഒരു BJP പാർട്ടിയുടെ മുഖമായിരിക്കും ഇപ്രാവശ്യം ഞാൻ, എല്ലാവരും വിജയിപ്പിച്ചെടുക്കണം, അതുപോലെ മേയറായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ശാസ്തമംഗലം വാർഡ് ഞാനൊരു മെച്ചപ്പെട്ട വാർഡാക്കി മാറ്റിയെടുക്കട്ടെ 5 വർഷം കൊണ്ട്. അതാണ് എൻ്റെ താല്പര്യം, ഇതാണ് ചാരിതാർത്ഥ്യം. ഞാൻ ഈ പാർട്ടിയിലോട്ട് ചേർന്നതിന്റെ ഉദ്ദേശം ശ്രീ നരേന്ദ്രമോദിജി നമ്മുടെ രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്ന നന്മ കണക്കിലെടുത്ത് മാത്രമാണ്. അത് കേരളത്തില് പുറത്തുള്ള സംസ്ഥാനങ്ങളില് ഇങ്ങനെ വളരെ നന്നായിട്ട് തിളങ്ങി നിൽക്കുമ്പോൾ കേരളം മാത്രം ഇരുട്ടിലോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. കേരളത്തിലും അത് വരണം. എന്നിട്ട് എനിക്ക് വലിയ താല്പര്യം, എനിക്കിനിയിപ്പോ ഒരു മത്സരത്തിന് ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല. എന്നാലും സഹോദരാ, കുന്നോളം ഉണ്ടേട്ടാ ഉള്ളില് സങ്കടങ്ങള് നമ്മളില്ലേ.